ഹൈപ്പർട്രോഫീഡ് നെയ്സൽ കോങ്കെ എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. മൂക്കിലുണ്ടാകുന്നൊരു പ്രത്യേകതരം കണ്ടീഷനാണ് ഹൈപ്പർട്രോഫീഡ് നെയ്സൽ കോങ്കെ എന്ന് പറയും. അതായത് നമ്മുടെ മൂക്കിൻ്റെ ബോണിൽ ഉള്ള ഒരു പേരാണ് ടേർബിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മാംസളമായ ഭാഗമുണ്ട്. ആ ഭാഗം വീങ്ങുക, അല്ലെങ്കിൽ തടിക്കുക, അല്ലെങ്കിൽ വലുതാവുക, അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖത്തിന് പേരാണ് ഹൈപ്പർട്രോഫീഡ് നെയ്സൽ കോങ്കെ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പലതരം എണ്ണകൾ, അതായത് നമ്മൾ നാട്ടിലുള്ള കുറേ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പലവിധം എണ്ണകൾ തേക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അത് സ്പാസം വന്നിട്ട് അല്ലെങ്കിൽ അത് നീരിറങ്ങിയിട്ട് അത് ഹൈപ്പർട്രോഫി ആവാം, വലുതാവാം. 2 എന്ന് പറയുന്നത് ശക്തിയായിട്ട് മൂക്ക് ചീറ്റുന്നവരിൽ. 3-മത്തത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം തല കുളിക്കുന്നവരിൽ. 4-മത്തെ എന്ന് പറയുന്നത് ശരീരത്തിൽ ഓൾറെഡി വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ജനറലൈസ്ഡ് ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ഈ നെയ്സൽ ബോണിലും നെയ്സൽ കോങ്കയിലും ടേർബിനേറ്റ്സിലും ഹൈപ്പർട്രോഫി കണ്ടീഷൻസ് വരിക. അങ്ങനെ ഉള്ള കോസാണ് സാധാരണയായി കണ്ടുവരുന്നത്. അതിന് ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ മൂക്കടപ്പുണ്ടാവും, ശ്വാസം മുട്ടൽ വരാം, എപ്പോഴും ജലദോഷം വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ജലദോഷം വരുമ്പോൾ വെറും വെള്ളം മാത്രം യൂസ് ചെയ്ത് വരിക, എപ്പോഴും തുമ്മലുണ്ടാവുക, ഫാരിഞ്ചൈറ്റിസ്, അതായത് തൊണ്ട വേദന ഇടയ്ക്കിടയ്ക്ക് വരിക, ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെവി പഴുപ്പ്, ചെവി വേദന, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു മെയിൻ കാരണം ഈ ഹൈപ്പർട്രോഫീഡ് നെയ്സൽ കോങ്കെ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അത് കുറയാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഹോമിയോപ്പതിയിൽ മരുന്ന് അവൈലബിൾ ആണ്. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 100% നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ്, അതും ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അബ്സോർപ്ഷൻ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ലൈഫ് ഹാബിറ്റ്സ്, നമ്മുടെ ഉള്ളൊരു മോഡിഫിക്കേഷൻ ഹാബിറ്റ്സ് കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് വരാതിരിക്കുന്നതും കൂടി ശ്രദ്ധിക്കും. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നെന്ന് വെച്ചാൽ, വൈകുന്നേരം തല കുളിക്കാതിരിക്കുക. 2 കണ്ണിൽ കണ്ട എണ്ണകളൊക്കെ തേക്കാണ്ടിരിക്കുക. ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം ചേർത്തിട്ട് ഉള്ള എണ്ണ മാത്രം തേക്കുക. പച്ച വെളിച്ചെണ്ണയും തേക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശക്തിയായിട്ട് മൂക്ക് ചീറ്റാതിരിക്കുക. 3, 4 വൈറ്റമിൻ ഡിയുടെ കുറവ് ശരീരത്തിൽ ഇല്ലാതാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈപ്പർട്രോഫീഡ് നെയ്സൽ കോങ്കെ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഇല്ലാതാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മരുന്നുകൾ കഴിച്ചിട്ട് ആ ഇൻഫ്ലമേഷൻ, അവിടെ വരുന്ന ഇൻഫ്ലമേഷൻസ് നമുക്ക് ഇല്ല, അല്ലെങ്കിൽ ആ വീക്കം, ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന കണ്ടീഷൻസ് നമുക്ക് ഇല്ലാതാക്കാൻ 100% പറ്റുന്ന ഒരു കാര്യമാണ്. താങ്ക് യു.